അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തെല്ലാം ഉണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ദിവസങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ഓഗസ്റ്റ് മാസം തീരാറായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മന്തിലോട്ട് പോകുന്നതിന് മുന്നേ പേഴ്സണലി ഞാനൊരു റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മിഡ് ലൈഫ് റീസെറ്റാണ് അല്ലേ? ഒരു മിഡ് ഇയർ റീസെറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഓഗസ്റ്റ് ഇനി തീരാൻ കുറച്ച് ദിവസങ്ങളൂടെയല്ലേ ഉള്ളൂ. അപ്പം ഓഗസ്റ്റിൽ പ്ലാൻ ചെയ്തിട്ട് സെപ്റ്റംബർ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആക്കി എടുക്കാമെന്നാണ് ഞാൻ ഡിസൈഡ് ചെയ്തേക്കുന്നത്. നിങ്ങളെന്തെങ്കിലും ഡിസിഷൻ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട, എൻ്റെ കൂടെ വന്നാൽ മതി. നമുക്ക് ഒരുമിച്ച് സെപ്റ്റംബർ പ്രൊഡക്റ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജേർണൽസ് എഴുതാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ജേർണലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡയറി റൈറ്റിംഗ് ആണല്ലേ. നമ്മൾ കുഞ്ഞിലെയൊക്കെ ഡയറീസ് എഴുതാറുണ്ടായിരുന്നോ? നിങ്ങൾ എഴുതാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എഴുതാറുണ്ടായിരുന്നു, ഡയറി എഴുതുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡെയിലി ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ A to Z കാര്യങ്ങളൊന്നും എഴുതത്തില്ല. പക്ഷേ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഞാൻ മറന്നു പോവൽ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് മറന്നു പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കുമായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ വലുതായപ്പോൾ ഞാൻ ആ ഹാബിറ്റൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഡയറി എഴുതുന്ന ഡെയിലി നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഞാൻ എഴുതാറുള്ളത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതുമായിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ എഴുതാറില്ല. ഞാൻ മൈൻഡിൽ പ്ലാൻ ചെയ്ത് ചെയ്യാറാണ് പതിവ് കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു സെപ്റ്റംബർ റീസെറ്റിനെ പറ്റിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് വീട് ഓർഗനൈസ് ചെയ്ത് വെക്കണം, വീട്ടിൽ ക്ലട്ടേഴ്സ് ഒന്നും പാടില്ല, എപ്പോഴും ഡീക്ലട്ടർ ചെയ്തിട്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്ത് നീറ്റായിട്ട് വെക്കണമെന്ന് പറയാറില്ലേ. അപ്പോൾ എത്ര പേര് നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ചെയ്യാറുണ്ട്? നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ഡീക്ലട്ടർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മൈൻഡിനൊരു ഡീക്ലട്ടർ ചെയ്യാറുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മൈൻഡിനും ബ്രെയിനിലും ഒക്കെ നമ്മളൊന്ന് ഡീക്ലട്ടർ ചെയ്യണം. നമ്മുടെ ഹാർട്ടിനെ ഡീക്ലട്ടർ ചെയ്യണം അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്? ഞാൻ ഇപ്പം ഒരു ലാസ്റ്റ് മന്ത് തൊട്ട് ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മാസം സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് സന്തോഷം തന്ന കാര്യങ്ങളുണ്ടായിരിക്കും, സങ്കടം തന്ന കാര്യങ്ങളുണ്ടായിരിക്കും, ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. അതിനകത്ത് സന്തോഷം തന്ന കാര്യങ്ങളും സങ്കടം തന്ന കാര്യങ്ങളും എല്ലാം കൂടെ മിക്സ്ഡപ്പ് ആക്കിയിട്ട് ഒരു അവിയൽ പരുവത്തിൽ മൈൻഡിനെ വെക്കാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം കൂടെ ഒരു ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു മൈൻഡ് സെറ്റിലോട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 50% അല്ലെങ്കിൽ 60% എനിക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണമില്ലേ, നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇൻ ദ സെൻസ്, ഇപ്പോൾ ഫ്യൂച്ചറിലോട്ട് വരാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടിൽ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. പക്ഷേ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യത്തിനകത്ത് നമ്മളിപ്പോൾ കിടന്ന് എഫേർട്ട് ഇട്ടിട്ട് എന്തെങ്കിലും കഴിഞ്ഞു പോയി, അത് ആ മൊമെൻ്റ് അവിടെ അവസാനിച്ചു. അപ്പോൾ അതിനകത്ത് ഇനി നമ്മൾ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായോ? അപ്പം ഇനി ഫ്യൂച്ചറിലോട്ട് അതിൻ്റെ എൻഡിങ് ആക്ച്വലി അത് ഫ്യൂച്ചറിലാണ് കിടക്കുന്നത്. ഒരു കാര്യം നമുക്ക് റോങ് ആയിട്ട് സംഭവിച്ചു, പക്ഷേ നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് അതിൻ്റെ റിസൾട്ട് ഇനി ഫ്യൂച്ചറിൽ വരാൻ കിടപ്പുണ്ട്. ആ കാര്യം 100% കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. 100% അവിടെ കഴിഞ്ഞു പോയി ആ കാര്യം. അപ്പോൾ അതിനെപ്പറ്റി ഓർത്തിട്ട് ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് എൻ്റേത്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും കേട്ടോ. ഇപ്പം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 2 months ആയിട്ട് ഞാൻ അങ്ങനെയാണ്. മറ്റേത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടി അപ്പുറം ബാക്ക്ലോഗ്സ് ഞാൻ എടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെയല്ല. സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രം കൂടുതലും മനസ്സിനകത്ത് അക്യുമുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാലേ നമുക്ക് ഓരോ ദിവസവും നമുക്ക് സന്തോഷത്തോടെ
നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ പ്രാവശ്യത്തെ ലൈവ് ഈ ഒരു മിഡ് ഇയർ റീസെറ്റിനകത്ത് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 7 കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഒന്ന് നമ്മുടെ നിസ്കാരമാണ്, പിന്നെ ദിക്റാണ്, പിന്നെ തവക്കുലാണ്, പിന്നെ ഖുറാനും, പിന്നെ ദുആ ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ റിഫ്ലക്ഷൻ എന്നാണ് ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയേക്കുന്നത്, എൻ്റെ ജേർണലിൽ എഴുതിയേക്കുന്നത്. റിഫ്ലക്ഷൻ മീൻസ് ഒരു ജേർണലിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾക്ക് പല സമയങ്ങളിൽ നമ്മൾ 5 നേരം നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിനേക്കാൾ ഉപരി നമ്മുടെ പ്രയോറിറ്റി വേറുള്ള കാര്യങ്ങളോട്ട് നീങ്ങി പോകുന്നത് കൊണ്ട് നമ്മൾ ചെയ്യാത്തതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നെന്നല്ല പറയുന്നത്, എന്നെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അല്ലേ. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതുകൂടെ കഴിഞ്ഞിട്ട് വന്ന് നിസ്കരിക്കുക അല്ലേ, അല്ലെങ്കിൽ ഇച്ചിരി നേരം പണിയെല്ലാം കഴിഞ്ഞൊന്നിരുന്നല്ലേ ഉള്ളൂ, ഒരിച്ചിരി കഴിഞ്ഞ് നിസ്കരിക്കാം. അങ്ങനെയൊക്കെ പല സമയങ്ങളിൽ നമ്മുടെ തോട്ട്സ് പോവാറുണ്ട് അല്ലേ. അപ്പം ഇനി സെപ്റ്റംബറിലോട്ട് ആവുന്ന സമയത്ത് അങ്ങനൊരു തോട്ട്സ് വരുന്ന സമയത്ത് റിയലൈസ് ചെയ്യുക അത് ഷെയ്ത്താനാണ് നമ്മുടെ മൈൻഡിൽ ആ ഒരു തോട്ട് ഇട്ടുതരുന്നതെന്ന് റിയലൈസ് ചെയ്തിട്ട് ഓൺ ദ സ്പോട്ടിൽ വിതിൻ ഒരു 5 സെക്കൻഡ്സിൽ നമ്മൾ എഴുന്നേറ്റ് പോവുക. അതായത് നിസ്കരിക്കാൻ ഒരിച്ചിരി നീക്കാമെന്ന് തോന്നുന്ന ആ സ്പോട്ടിൽ ചിന്തിക്കുക ഷെയ്ത്താനാണത് തോന്നിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞ് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. ആ സ്പോട്ടിൽ പോവുക, സ്പോട്ടിൽ പോയി വുളു എടുത്ത് വന്ന് നിസ്കരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ അത് നിങ്ങളും ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ദിക്റാണ്. ദിക്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിക്റ് ചെല്ലാനായിട്ടൊരു ടൈമില്ല, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദിക്റ് ചെല്ലാനായിട്ടൊരു ടൈമില്ല. അപ്പം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെല്ലാം. നമ്മൾ കിച്ചണിൽ നിൽക്കുമ്പം ദിക്റ് ചെല്ലാം, നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പം ദിക്റ് ചെല്ലാം അല്ലേ. നമ്മുടെ മക്കൾക്കൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ദിക്റ് ചൊല്ലിക്കൊണ്ട് നിൽക്കാം. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ദിക്റ് ചെല്ലാം, വീട് അടിച്ചു വരുന്ന സമയത്ത് ദിക്റ് ചെല്ലാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിക്റ് ചെല്ലാനൊരു പെർട്ടിക്കുലർ ടൈമോ സ്പേസോ പ്ലേസോ ഇല്ലെന്നുള്ളത് നമ്മൾ ബിലീവ് ചെയ്തിട്ട് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ദിക്റിനൊരു പ്ലേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സെക്കൻഡ് പോയിൻ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. തേർഡ് പോയിൻ്റ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തവക്കുലാണ്. തവക്കുൽ തേർഡ് പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, അത് ഫസ്റ്റ് പോയിൻ്റ് തന്നെയാണ്. ഫസ്റ്റ് പോയിൻ്റായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. തവക്കുൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ ഹാർട്ട് അള്ളാഹുവായിട്ട് ബന്ധിപ്പിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് നമ്മളിപ്പം എല്ലാത്തിലും പടച്ചവനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലിയിട്ട് ആഹാരം കഴിക്കുന്നുണ്ട്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നേരം ചെല്ലുന്ന ദുആകളുണ്ട്, നമ്മൾ ബാത്റൂമിൽ കയറുമ്പം പറയുന്ന ദുആകളുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലെല്ലാം നമ്മൾ പടച്ചവനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയം അള്ളാഹുവായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നോ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബോണ്ട് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് തവക്കുലിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം ഞാൻ ജസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന റീസെറ്റുകളെ പറ്റിയിട്ട് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഇപ്പോൾ നെക്സ്റ്റ് മന്തിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. പിന്നത്തെ കാര്യം നെക്സ്റ്റ് പോയിൻ്റ് ഖുറാനാണ്. ഇപ്പോൾ ഖുറാൻ നമുക്ക് അറിയാം, ഇപ്പോൾ കൂടുതൽ ആൾക്കാരും മൊബൈലിൽ ആപ്സ് ഉള്ളതുകൊണ്ട് അത് യൂസ് ചെയ്തിട്ടാണ് പലരും ഓതാറുള്ളത്. അപ്പം അത് ഓക്കെയാണ്, അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചായിരിക്കുമല്ലോ. ഓതുക എന്നുള്ളത് ഖുറാനുമായിട്ട് ഒരു ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ ഖുറാന് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമുക്ക് ഓതാൻ പറ്റാത്തതെന്ന് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രയോറിറ്റിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ജീവിത സാഹചര്യങ്ങളിൽ ചിലർക്ക് നിന്ന് തിരിയാനുള്ള സമയമില്ലാത്തപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമോ അങ്ങനെയൊക്കെ ഓതുന്നവരുണ്ടാവും. പക്ഷേ
സെപ്റ്റംബറിൽ നമ്മൾ ഡിസൈഡ് ചെയ്യുക നമ്മൾ ഡെയിലി ഏതെങ്കിലും ഒരു സമയം ഒരു പേജ് ഓതാൻ നമുക്ക് 5 മിനിറ്റ് ആവശ്യമുള്ളൂ. പോട്ടെ, നമ്മളിനിയിപ്പോൾ എത്ര സ്ലോയിൽ ഓതിയാലും ഒരു പേജ് ഓതാൻ നമുക്കൊരു 7 മിനിറ്റ് എടുത്തെന്ന് വിചാരിക്കാം. അങ്ങനെ ഡെയിലി 1 പേജ് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഓതുക മീൻസ് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതുന്നതിനെക്കാട്ടിൽ ഉപരി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഖുറാൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഓതി വരിക, അതായത് ഫാത്തിഹ, സൂറത്തുൽ ബക്ര അങ്ങനെ ഓതി വരിക എന്നുള്ളതാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കറക്റ്റ് ആ ഒരു ഓർഡറിൽ ഫസ്റ്റ് തൊട്ട് ഓതി വരണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇറഗുലറായിട്ട് ഓതുവാണെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് സൂറത്തുകളുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഓതി നമുക്ക് ഭയങ്കര ഫ്ലുവൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റുന്ന സൂറത്തുകളുണ്ടായിരിക്കും. അപ്പം ആ സൂറത്തുകൾ മാത്രമായിരിക്കും നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ഓതി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പാസ് ചെയ്ത് പോവാത്ത സൂറത്തുകളുണ്ടെങ്കിൽ, ഒരുവിധം എല്ലാവരും പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഖുറാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ കുറവായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മൾ റെഗുലറായിട്ട് ആ സൂറത്തുകളിലൂടെ പാസ് ചെയ്ത് പോവാറില്ല. അപ്പം നമ്മൾ അങ്ങനെ തുടക്കം തൊട്ട് ഓതി വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1 ഇയർ കൊണ്ടിട്ടൊക്കെ നമുക്ക് ഫുള്ളായിട്ട് ആ ഖുറാന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, വിത്തൗട്ട് എനി സ്ട്രെസ്സ്. ഇത്ര ദിവസം കൊണ്ട് ഓതി തീർക്കാമെന്ന് ഒരു ടാർഗറ്റ് വെച്ച് ഓതുന്നതിനെക്കാട്ടിലുപരി നമുക്ക് ഭയങ്കര റിലീഫായിട്ട് നമുക്ക് ഓതി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഖുറാനിന് ഓതുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാനിൽ എല്ലാത്തിനുള്ള സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അതായത് ഈ ഒരു ലൈഫിലാണെങ്കിലും ആഫ്റ്റർ ലൈഫിലാണെങ്കിലും ഉള്ള സൊല്യൂഷൻസ് ഖുറാനിൽ പഠിച്ചോ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കത് പലപ്പോഴും മനസ്സിലാവാതെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അർത്ഥം അറിഞ്ഞിട്ടല്ല പലപ്പോഴും ഖുറാൻ ഓതുന്നത്. അപ്പം ഈ ഒരു ഖുറാൻ ഓത്ത് ഞാൻ 1 പേജ് എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ മറ്റൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ തഫ്സീറും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം, തഫ്സീറൂടെ വായിക്കാൻ വേണ്ടിയിട്ട് പറ്റണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിലോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് അല്ല അറബി എന്നുള്ളത്, നമ്മുടെ ലാംഗ്വേജ് അല്ല. നമുക്കത് വായിക്കാനും എഴുതാനും മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് സ്പീക്കിംഗ് സ്കിൽസും കുറവാണ്, അത് അണ്ടർസ്റ്റാൻഡിങ് സ്കില്ലും കുറവാണ് അല്ലേ. കുറവാണെന്ന് വെച്ചാൽ അറിയാവുന്നവരുണ്ടാവും, പക്ഷേ മെജോറിറ്റി ആളുകൾക്ക് അത് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ തഫ്സീറൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് ഖുറാനുമായിട്ട് ഭയങ്കരമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുആ ആണ്. ദുആ നമ്മൾ ചെയ്യുന്നതിനകത്ത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ദുആ ചെയ്യണം. അപ്പം നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ അൾട്രാ അർജൻറ്റായിട്ട് നടക്കേണ്ട സമയത്ത് നമ്മൾ ഇടുന്ന ഒരു ഫോക്കസ് ഉണ്ട്, നമ്മൾ ഇടുന്ന ഒരു ആത്മാർത്ഥതയുണ്ട് അല്ലേ ആ ദുആ ചെയ്യുന്ന സമയത്ത്. അപ്പം ആ ഒരു അറ്റൻഷൻ എപ്പോഴും ഏത് സമയത്ത് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ ഒരു കാര്യം ഉദ്ദേശിച്ചാൽ മതി, നമ്മൾ ആരോടാണ് ദുആ ചെയ്യുന്നത്, മനസ്സിലായോ? അള്ളാഹുവിൻ്റെ കഴിവുകളിനെ പറ്റിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യം വേണം. ആ ബോധ്യം വെച്ചുകൊണ്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരു ഹാഫ് മൈൻഡഡായിട്ട് ചെയ്യരുത്, എനിക്ക് ഇത് നടക്കുമോ നടക്കത്തില്ലയോ അങ്ങനെ വിചാരിച്ച് ചെയ്യരുത്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുള്ളവനാണ്, അള്ളാഹു നടത്തി തരും എന്ന് 100% വിശ്വസിച്ചിട്ട് വേണം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മുടെ പ്രവാചകന്മാർ, അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇബ്രാഹിം നബി, മൂസ നബി, ഈസാ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാവരും ദുആ ചെയ്ത റബ്ബിനോട് തന്നെയാണ് നമ്മളും ദുആ ചെയ്യുന്നത് അല്ലേ. ഇബ്രാഹിം നബി ദുആ ചെയ്ത സമയത്ത് ആ തീക്കനൽ തണുപ്പാക്കി കൊടുത്തവനാണ് റബ്ബ്. മൂസ നബിക്ക് കടൽ പിളർന്ന് വഴി കൊടുത്തവനാണ് റബ്ബ്, മനസ്സിലായോ? ഈസാ നബിയെ മരിക്കാൻ വിടാതെ ആകാശത്തിലേക്ക് ഉയർത്തിയവനാണ് റബ്ബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങളും മോചിസത്തുകളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അതുപോലെ അവരെല്ലാം ദുആ ചെയ്ത് റബ്ബിനോട് തന്നെയാണ് നമ്മൾ ദുആ ചെയ്യുന്നതെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക.
എന്നിട്ട് നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ മൈൻഡിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ പലപ്പോഴും നമ്മുടെ ദുആ കൊണ്ട് നമുക്ക് വരുന്ന ഔട്ട്കമ്മിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നെക്സ്റ്റ് മന്ത് തൊട്ട്, ഈ നിമിഷം തൊട്ട് നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് നമ്മുടെ ഒരു റിഫ്ലക്ഷനാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കണ്ടു. ഈ വീഡിയോ കണ്ടതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം. എന്നിട്ട് അതിനെപ്പറ്റി നിങ്ങൾ ഇത് കേട്ട സമയത്ത് നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായിട്ട് നിങ്ങൾക്ക് കിട്ടിയോ, അത് കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നിയത്, അത് നമുക്ക് എഴുതാം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ജേർണൽ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റു, നമ്മൾ നോർമലി നമ്മൾ ചെയ്യത്തില്ലേ, നമ്മൾ പല്ല് കഴിച്ചു, കുളിച്ചു, അങ്ങനെ ഫുഡ് കഴിച്ചു, നിസ്കരിച്ചു, അത് അങ്ങനെയുള്ള കാര്യങ്ങളിനെക്കാട്ടിലും ഉപരി നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൂളായിട്ട് ജേർണലിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം കേട്ടോ. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്സ്, എന്തൊക്കെ കാര്യത്തിലാണ് ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ടുള്ളത്, എന്തെല്ലാം കാര്യത്തിന് ഞാൻ ഇന്ന് റബ്ബിനോട് നന്ദി പറയുന്നു. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ വരെ നമ്മൾ നന്ദി പറയണം. ബിക്കോസ് ഓക്സിജന് കാശ് കൊടുത്ത് ഓക്സിജൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ഈ ലോകത്ത്. മനസ്സിലായോ? അതായത് പ്രോപ്പറായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഓക്സിജൻ സപ്ലൈ കൊടുത്ത് ജീവൻ നിലനിർത്തുന്ന ആൾക്കാരുള്ള സമയത്താണ് നമുക്ക് റബ്ബ് അങ്ങനെ ഒരു അവസ്ഥ തരാതെ നമുക്ക് ശ്വസിക്കാനുള്ളൊരു കപ്പാസിറ്റി തന്നേക്കുന്നത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് അതിനുൾപ്പെടെ നമ്മൾ നന്ദി പറഞ്ഞിട്ട് വേണം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാനും എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇത് പിന്നെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറയാനുണ്ട്. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പം വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോയി. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വിഷൻ ബോർഡിനെ പറ്റിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ് ഈ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ കുറച്ചുകൂടെ ഷോർട്ടാക്കണം, കുറച്ചുകൂടെ ലെങ്തി ആക്കണം, സംസാരത്തിൻ്റെ സ്പീഡ് കൂടണം അല്ലെങ്കിൽ കുറയണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി വീഡിയോസ് കൂടുതൽ വിഷ്വൽ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കത്തില്ല ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു കിച്ചണിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ പ്ലേ ചെയ്ത് വെച്ചിട്ട് വീഡിയോ എന്താണ് അതിൽ പറയുന്നതെന്നുള്ള ഓഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റണം. വിഷനും കൂടെ, അതായത് വിഷ്വലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പിലായിരിക്കത്തില്ല 99% ഈ ചാനലിൽ വരുന്ന വീഡിയോസ്. അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നവർക്ക് അത് കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിപ്പം ഓണാക്കി വെച്ചാൽ നിങ്ങൾക്ക് കേട്ടോണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ സൈഡിൽ കൂടെ ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ടൈപ്പിലാണ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ. അസ്സലാമു അലൈക്കും.